തമിഴ്നാടനാണെങ്കിലും സൗത്ത് ഇന്ത്യയിൽ എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരനാണ് നടൻ ജയം രവി. അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം പലപ്പോഴായി തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രേക്ഷകർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ നടൻ ജയം രവിക്കെതിരെ ഭാര്യ ആവശ്യപ്പെട്ട ലക്ഷങ്ങളൊന്നും നൽകാൻ സാധിക്കില്ല എന്ന കോടതി എഴുതി തള്ളിയിരിക്കുന്നു. 40 ലക്ഷത്തോളം രൂപ ഒരു മാസം തനിക്ക് വേണം എന്നായിരുന്നു ആർത്തി എന്ന ജയം രവിയുടെ ഭാര്യ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 40 ലക്ഷമൊന്നും ഒരാളുടെ ചിലവിനൊരു മാസം നൽകാൻ സാധിക്കില്ല എന്ന് കോടതി പറഞ്ഞു. പകരം 3 ലക്ഷമോ 4 ലക്ഷമോ നൽകാനാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുതന്നെ ധാരാളമാണ് എന്നും 2 മക്കളുടെ വിദ്യാഭ്യാസത്തിനുൾപ്പെടെ അതിൽ നിന്നും എടുക്കാൻ സാധിക്കുമെന്നും ഇപ്പോൾ കോടതി തന്നെ പറയുകയാണ്. അത് കേട്ടപ്പോൾ തന്നെ ജയം രവിക്ക് നല്ല ആശ്വാസമുണ്ടായിരുന്നു. കാരണം ജയം രവി ഈ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇത്രയും അധികം ചർച്ച ചെയ്തതിനു ശേഷം സോഷ്യൽ മീഡിയയിലെത്തി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. തൻ്റെ അക്കൗണ്ട്സ് ഉൾപ്പെടെ പലതും ഫ്രീസാണ് എന്ന്, പലതും ഭാര്യയുടെ കൈവശമാണ് എന്നത്. അതെല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു. താനും ഭാര്യയും നല്ല രീതിയിലായിരുന്നപ്പോൾ പോലും അത്തരത്തിലായിരുന്നു ഭാര്യയുടെ പെരുമാറ്റം എന്നതായിരുന്നു ജയം രവി പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർ എല്ലാവരും വളരെയധികം ഞെട്ടി. സോഷ്യൽ മീഡിയയിലെല്ലാം ഐഡിയൽ കപ്പിൾസ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നവരായിരുന്നു ഇരുവരെ. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടന്നിരുന്നതെന്ന് അറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടലാണ് എന്ന് പ്രേക്ഷകരെല്ലാവരും ഒരേ നിമിഷം പറയുന്നുണ്ട്. അല്ലെങ്കിലും തന്നെ നേരത്തെയും ആർത്തിയുടെ പേരിൽ ഇത്തരത്തിലുള്ള പരാമർശം ജയരവി നടത്തിയത് കൊണ്ട് തന്നെ കോടതി ഇത്തവണയും അത് അനുവദിച്ചു കൊടുക്കുകയാണോ ചെയ്യാൻ പോകുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും നോക്കുകയായിരുന്നു. 40 ലക്ഷം രൂപയൊക്കെ തന്നെ ഒരാളുടെ സ്വത്ത് അപഹരിക്കുന്നതിനും തുല്യമാണ് എന്നും അതൊന്നും തന്നെ കോടതിയിൽ സമ്മതിക്കാൻ പറ്റില്ല എന്നും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ആണുങ്ങളുടെ നീതിക്ക് വേണ്ടി കൂടി കോടതി സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ ഈ വിഷയം ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടത് കൊണ്ടാണോ എന്നൊന്നും തന്നെ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാക്കി ഇത് മാറ്റുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വളരെ കൃത്യമായി തന്നെയാണ് ആ വാർത്തയെപ്പറ്റി അറിയാവുന്നതും. ഓരോ തവണയും ഇപ്പോൾ ജയം രവി വിഷയം വരുമ്പോൾ തന്നെ വളരെയധികം ചർച്ച ചെയ്യുന്നത് തന്നെയാണ് ഇവർ തമ്മിലുണ്ടായിരുന്ന പഴയ റീലുകൾ അടക്കമുള്ളത്. അതിലെല്ലാം തന്നെ എല്ലാവരും വളരെയധികം നല്ല രീതിയിൽ കണ്ടിരുന്ന ഒരു ദാമ്പത്യം തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതലുള്ള കാര്യം എന്ന് തന്നെ പറയണം. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും വളരെയധികം കൃത്യമായി ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു എന്നുകൂടി നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഓരോ തവണയും ഇപ്പോൾ ആർത്തിയെക്കുറിച്ചുള്ള സംസാരം നിരവധിയാണ് കേൾക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. ആർത്തിക്ക് ഇത്തരത്തിൽ ചോദിക്കാൻ പാടില്ലല്ലോ. ഒരു മാസം 40 ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നത് മനഃപൂർവ്വം ഒരാളെ തന്നെ ഇങ്ങനെ ഉപദ്രവിക്കാനാണ് എന്ന് കേട്ടാൽ മനസ്സിലാകും. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നതെന്നാണ് പലരും ജയരവിയെ പിന്തുണച്ചുകൊണ്ട് ചോദിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.